ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പിയുടെ ഒറിജിനൽ ശക്തി കേന്ദ്രം മലബാറായിരുന്നു. പക്ഷേ പിന്നീട് തിരുവനന്തപുരം ഭാഗത്ത് ജനസ്വാധീനം വർദ്ധിക്കുകയും പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ ജയിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മലബാറിനോടൊപ്പം തിരുവനന്തപുരം. ഇപ്പോൾ നേരത്തെ കാസർഗോഡ് ഈ രീതിയിൽ മത്സരിക്കാൻ മഞ്ചേശ്വരത്ത് കെ ജി മാരാർ മത്സരിച്ച് ചെറിയ വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ 80-കൾ തൊട്ട് ബി ജെ പി ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ്. കോഴിക്കോട് പക്ഷേ ഈ അടുത്ത കാലത്ത് കൂടുതൽ വലിയ തോതിൽ വർധനവുണ്ടായി. വാസ്തവത്തിൽ കോഴിക്കോട് ആ രീതിയിൽ ഒരു യഥാർത്ഥ മത്സരത്തിലേക്ക് വരുന്നത് 2009 ഞാൻ ലോക്സഭ മത്സരിച്ചത്. 2009 ലോക്സഭ മത്സരിച്ചപ്പോൾ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമത്തെ മണ്ഡലമായിട്ട് കോഴിക്കോട് മാറി. ഏറ്റവും കൂടുതൽ വോട്ട് അന്ന് കിട്ടിയത് കാസർഗോഡായിരുന്നു, കെ സുരേന്ദ്രൻ. രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോഴിക്കോടായിരുന്നു. അന്ന് ബി ജെ പി ഇതിനേക്കാൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനേക്കാൾ ശക്തിയുള്ള സ്ഥലങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും അതുപോലെ പാലക്കാടുമൊക്കെ. പക്ഷേ അതിനേക്കാൾ വോട്ട് അന്ന് കോഴിക്കോട് കിട്ടി. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് കോഴിക്കോട് ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 13-14 കൗൺസിലർമാർ കോഴിക്കോട് ജയിച്ചു. ഇതേപോലെ കൊല്ലം കോർപ്പറേഷൻ ജയിച്ചു. ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ്. ശരിയാണ്. അപ്പം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിട്ട് നേരത്തെ കണക്കാക്കിയിരുന്നത് കാസർഗോഡ്, പാലക്കാടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ശക്തിയുള്ള കേന്ദ്രങ്ങളായിട്ട് പിന്നീട് തിരുവനന്തപുരവും തൃശ്ശൂരും അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വന്നു. ഇപ്പോൾ കോഴിക്കോടും കൊല്ലവും അതിന് അനുസൃതമായിട്ടാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പ്രകടനം. കൊല്ലത്തിൽ നമുക്കൊരു സീറ്റ് കിട്ടി. കോഴിക്കോട് നല്ലൊരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അത് വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇതെല്ലാം, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ആദ്യ യോഗം പിന്നെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നേ ഉള്ളൂ. 15-16 തീയതികളിൽ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള യോഗങ്ങളുണ്ട്. ബി ജെ പി പഠിക്കേണ്ടി വരിക മണ്ഡലം അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സൂചനകൾ എന്തൊക്കെയാണ്, സംഘടനാപരമായിട്ടുള്ള നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സംഘടനാപരമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക. രാഷ്ട്രീയമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, കാരണം അരുവിക്കരയിൽ കഴിഞ്ഞ തവണ ശബരിനാഥ് തോറ്റു. ജി കാർത്തികേയൻ ദീർഘകാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അവിടെ ശബരിനാഥ് തോറ്റു. ശബരിനാഥിൻ്റെ തോൽവിക്ക് തൊട്ട് പിറകെ ഇപ്പോൾ വീണ്ടും ശിവകുമാർ പോയി മത്സരിച്ച് ശിവകുമാറും തോറ്റു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് സൂചന എന്നുള്ളത് ഉൾക്കൊള്ളേണ്ടി വരും. ഇതുപോലെ കേരളത്തിനകത്തും പുറത്തും ഉള്ള, കേരളത്തിനകത്തും അതായത് തിരുവനന്തപുരം ജില്ലക്കകത്തും പുറത്തുമുള്ള നിരവധി ജില്ലകൾ, ആ ജില്ലകൾ നൽകുന്ന സന്ദേശം എന്താണ്. കറക്റ്റ്. ഇപ്പോൾ പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടിൽ പുറകോട്ട് പോയി. എന്താ ഈ 6 റൗണ്ടിലെ പ്രദേശങ്ങളും പിന്നീടുള്ള പ്രദേശങ്ങളും തമ്മിൽ വ്യത്യാസം? എങ്ങനെ പാലോട് UDF ജയിച്ചു? ഈ സൂചനകൾ മനസ്സിലാക്കണം. ഈ സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായിട്ടുള്ള നിലപാടുകളും സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളും ബി ജെ പി എടുക്കേണ്ടി വരും.